കൊല്ലം കൊട്ടാരക്കരയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവകുമാറിനെതിരെ കേസ്. കൊട്ടാരക്കര സ്വദേശിയായ യുവാവിന്റെ കൈ തല്ലിയൊടിച്ച സംഭവത്തിലാണ് കേസ്. പെൺസുഹൃത്തിന്റെ ഭർത്താവിന്റെ കൈയാണ് ശിവകുമാർ തല്ലിയൊടിച്ചത്. ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരു 11 മണി കഴിഞ്ഞു. ശിവകുമാർ വീട്ടിൽ വന്നു. കഥ തുറന്നപ്പോഴത്തേന് ശിവകുമാർ അതിനകത്തുണ്ടായിരുന്നു. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആണല്ലേ? അതെ ശിവകുമാർ തന്നെ. ശിവകുമാർ ഉണ്ടായിരുന്നു. കഥവ് തട്ടി തുറന്നപ്പോഴത്തേന് എന്നെ അടിക്കാനും പിടിച്ച് തള്ളി ചവിട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബാക്കി അവിടെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. നമ്മുടെ വീട്ടിലാണ് രാത്രി? എൻ്റെ വീട്ടിലാണ് ഇഷ്യൂ ഉണ്ടായത്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ ഒരു 11 മണി സമയത്താണ് വീട്ടിലെത്തുന്നത്. അന്നേരമാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അവൻ പഞ്ചായത്തിൽ നിന്ന് വീട് നൽകാം, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ വീട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു OTP മേടിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വീട്ടുകാരെ പറ്റിച്ച് അവിടെ കടന്നുകൂടിയത്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ശിവകുമാർ സുഹൃത്തിൻ്റെ ഭർത്താവിൻ്റെ കൈ എന്തിനാണ് തല്ലി ഓടിച്ചത്? അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നു. രാജ്കുമാർ ആണ് ഇതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. എന്തായിരുന്നാലും കൊട്ടാരക്കര സ്വദേശിയായ യുവാവിൻ്റെ കൈ തല്ലിയൊടിച്ച സംഭവത്തിലാണ് കേസ്. അതായത് പെൺസുഹൃത്തിൻ്റെ ഭർത്താവിൻ്റെ കൈയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഈ ശിവകുമാർ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് കൈ തല്ലി ഓടിക്കുന്നത്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. രാജ്കുമാർ, ഈ സുഹൃത്തിൻ്റെ ഭർത്താവിൻ്റെ കൈ തല്ലി ഓടിക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ് ഇതിൻ്റെ കാരണം? അദ്ദേഹം മെനിഞ്ഞാന്ന് രാത്രി 11 മണിക്ക് ജോലി പൊടുന്നനെ അവസാനിപ്പിക്കേണ്ടി വന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ശിവകുമാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടു. തുടർന്ന് അവിടെ വെച്ച് കഥകൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. ആ സമയത്ത് ഇയാളെ കുത്തിന് പിടിച്ചു. തുടർന്ന് ഇവർ തങ്ങളിൽ ഉന്തും തള്ളുമായി തെറുവിളിയായി. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശിവകുമാർ പറയുന്നത്, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ സൊസൈറ്റി, ഒരു പേരാണ് അദ്ദേഹം പറയുന്നത്, അതിന്റെ പേരിൽ വീട് വെച്ച് നൽകുന്നുണ്ട്. അതിന്റെ OTP ഫോണിലേക്ക് വരും, അത് വാങ്ങാനാണ്. രാത്രി 11 മണിക്കാണോ OTP വാങ്ങാൻ വരുന്നതെന്ന് ചോദിച്ചു. തുടർന്ന് ഇവർ തങ്ങൾ പിടിവലിയായി. അതിനെ തുടർന്ന് ഇയാൾ കുതറി മാറി കയ്യിൽ കെട്ടിയ പാടി ഉപയോഗിച്ച്, അവിടെ കിടന്ന തടികഷ്ണം ഉപയോഗിച്ച് ഈ യുവതിയുടെ ഭർത്താവിന്റെ കൈ അടിച്ചൊടിക്കുകയായിരുന്നു. പിന്നീട് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഓടി രക്ഷപ്പെട്ടു. ഇവർ ആ സമയം തന്നെ അന്ന് രാത്രി തന്നെ പോലീസിൽ പരാതി നൽകി. നിലവിൽ അയാളുടെ കൈക്ക് പൊട്ടൻ. തീർച്ചയായും ഈ നേതാവിന് പറ്റിയ അന്യായമാണ്. കാരണം ഈ അധാർമിക പ്രവൃത്തിയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കം പ്രശ്നമായി നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി കൂടിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശിവകുമാറിന്റെ ഇത്തരം ലീലകൾ, അല്ലേ രാജ്കുമാർ? നമുക്ക് ഇത് ഒരുപാട് ഒരു കുടുംബത്തെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. നമ്മൾ ആരുടെ ഐഡന്റിറ്റി പറയുന്നില്ലല്ലോ. അതെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ അവർ പറയാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ മാധ്യമ സംസ്കാരവും നമ്മുടെ ഒരു ചാനലിന്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത്. പക്ഷെ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഈ സമയത്ത്, അതും വീട് വെച്ച് കൊടുക്കാം, ഉമ്മൻചാണ്ടിയുടെ പേര് കൂടി പറയുന്നു, ഒരു അന്തരിച്ച പ്രമുഖ നേതാവ് കൂടിയാണ്, മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ വേണ്ടി, ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നുമില്ല, പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുന്നു. അവിടുന്ന് രക്ഷപ്പെടുന്നു. രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇയാളെ ഈ കൈ അടിച്ചൊടിക്കുകയായിരുന്നു യുവതിയുടെ ഭർത്താവിന്റെ. അദ്ദേഹം ആ സമയത്ത് ശിവകുമാർ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതോ കൂടെ മറ്റു യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നോ? നിലവിൽ ഈ ഭർത്താവിന്റെ മൊഴി പ്രകാരം ശിവകുമാർ മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്, മറ്റാരും പുറത്തില്ലായിരുന്നു. സ്വാഭാവികമാണ്, അത് കൈ തല്ലി ഓടിക്കാൻ. അതെ, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അകത്ത് ചില ശബ്ദങ്ങൾ കേട്ടു. ആ സമയത്താണ് ഇയാൾ ശ്രദ്ധിച്ചപ്പോൾ ആരും അകത്തുണ്ടെന്ന് മനസ്സിലായി. കഥക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇയാളാണെന്ന് ബോധ്യമായത്. ഇവർക്ക് പരിചയമുള്ള ആള് തന്നെയാണ്, നെടുവത്തൂർ സ്വദേശിയാണ്. സ്വാഭാവികമായി അവിടെ വെച്ച് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഒരു ഭർത്താവിനെ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്റെ ഭാര്യയെയും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കാണുന്നത്. അപ്പൊ സ്വാഭാവികമായ ആ ഒരു വെപ്രാളം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അത് നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്കിത് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ശിവകുമാറിനെതിരെ ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം FIR തന്നെ വളരെ കൃത്യമായി ഈ വിവരങ്ങളെല്ലാം വോട്ട് ചെയ്ത് തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.